ജനനായകൻ രണ്ടാഴ്ചയ്ക്കകം റിലീസ് ചെയ്യും. വിജയുടെ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ നിർമ്മാതാവ് അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയും നടനുമായ വിജയ് നായകനായി ജനനായകൻ എന്ന ചിത്രത്തിന്റെ റിലീസ് സംബന്ധമായ നിർണായക വിവരം പങ്കുവച്ച് നിർമ്മാതാവ് സെൻസർ കുരുക്കിൽപ്പെട്ട് കോടതി കയറിയ ചിത്രം രണ്ടാഴ്ചയ്ക്കകം തിയേറ്ററുകളിലെത്തുമെന്ന് KVN പ്രൊഡക്ഷൻസിന്റെ സ്ഥാപകൻ വെങ്കട് കെ നാരായണ പറഞ്ഞു. വിജയുടെ സത്യപ്രതിജ്ഞാ വേദിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചിത്രത്തിന്റെ അന്തിമ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഒപ്പം ഞങ്ങൾ അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയുമാണ്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷവും ആവേശവുമുണ്ട്. ഏകദേശം 14 ദിവസത്തിനകം ജനനായകൻ തിയേറ്ററുകളിലെത്തും, വെങ്കട് കെ നാരായണ പറഞ്ഞു. വിജയുടെ അവസാന സിനിമ എന്ന നിലയിൽ ആരാധകർ ഉറ്റുനോക്കുന്ന ചിത്രമാണ് ജനനായകൻ. രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിൻ്റെ ഭാഗമായാണ് വിജയ് അഭിനയ ജീവിതത്തിന് വിരാമമിട്ടത്. എനിക്ക് വിജയ് സാറിനെ വ്യക്തിപരമായി അറിയാം. അദ്ദേഹം വളരെ അച്ചടക്കവും സമർപ്പണ ബോധവും ഉള്ള ആളാണ്. എന്താണോ അദ്ദേഹം വാഗ്ദാനം ചെയ്തത് അത് അദ്ദേഹം നടപ്പാക്കുക തന്നെ ചെയ്യും. അദ്ദേഹം വാക്ക് പറഞ്ഞാൽ അത് പാലിച്ചിരിക്കും. ഇവിടെ പുതിയൊരു യുഗം തുടങ്ങുകയാണ്. അദ്ദേഹം ജനനായകനായി മാറി. തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം തുടർന്നു. നേരത്തെ വിജയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ അദ്ദേഹത്തെ മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ജനനായകന്റെ പുതിയ ടൈറ്റിൽ കാർഡ് റിലീസ് ചെയ്തിരുന്നു. ഉടൻ തിയേറ്ററുകളിൽ ആഘോഷിക്കാം എന്നാണ് ദിവസങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ ടൈറ്റിൽ കാർഡിനൊപ്പം ഉണ്ടായിരുന്നത്. ഇത് ശരിവെക്കുന്നതാണ് നിർമ്മാതാവിന്റെ പ്രഖ്യാപനവും. സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതോടെയാണ് ജനനായകൻ വിവാദത്തിന്റെ വെള്ളിത്തിരയിലേക്ക് എത്തുന്നത്. നേരത്തെ റിലീസ് നിശ്ചയിച്ചിരുന്ന തീയതിക്ക് 1 മാസം മുൻപ് തന്നെ സർട്ടിഫിക്കറ്റിനായി ചിത്രം സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന് മുൻപാകെ സമർപ്പിച്ചിരുന്നു. എന്നാൽ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ ചിത്രത്തിൽ തിരുത്തലുകൾ വേണമെന്നാണ് ബോർഡ് നിർദ്ദേശിച്ചത്. ഇതോടെ നിർമ്മാതാക്കൾ കോടതിയെ സമീപിക്കുകയായിരുന്നു. പിന്നാലെ ജനനായകന് U/A സർട്ടിഫിക്കറ്റ് നൽകുവാൻ മദ്രാസ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് വിധിച്ചിരുന്നു. പിന്നീട് ഡിവിഷൻ ബെഞ്ച് ഈ ഉത്തരവ് സ്റ്റേ ചെയ്യുകയും റിലീസ് താൽക്കാലികമായി തടയുകയും ആയിരുന്നു.